ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കുറേ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴേ ഞാൻ രാവിലെ തന്നെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. ഇന്നിവിടെ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേയും ആണ്, പിന്നെ എനിക്ക് ഓഫ് ഡേയും കൂടെ ആയിരുന്നു. അപ്പം നമുക്ക് ഓഫ് ഡേ ഒക്കെ ആകുമ്പം നമ്മൾ കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. കാരണം രാത്രി വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. ഓൾമോസ്റ്റ് 1 o'clock ആവും കേട്ടോ ഉറങ്ങുമ്പോഴത്തേക്കും. ഹസ്ബൻഡ് ടി വി ഒക്കെ കാണും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തൊക്കെ പിന്നെ നാട്ടിലൊക്കെ വിളിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ സമയം ഒരുപാടാവും. അതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസമായി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലറീസൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പക്ഷേ തണുപ്പിന് യാതൊരു കുറവുമില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇനി കുറേ കാണും കേട്ടോ. അടുത്ത മാസമൊക്കെ വരെ കാണും, അല്ല മെയ് എൻഡ് വരെയൊക്കെ കാണും. ഇപ്പം നമുക്ക് ജൂണിലേ ഉള്ളൂ, നമുക്ക് ജൂൺ ജൂലൈയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു വെതർ. ഓഗസ്റ്റ് പകുതിയാകുമ്പോൾ വീണ്ടും തുടങ്ങും, പിന്നെ തണുപ്പ് തുടങ്ങും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു നല്ലൊരു വെതറും ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് 6 മണിയാകുമ്പോൾ തന്നെ നല്ല വെളിച്ചം അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇടുകയാണ്. പിന്നെ കഴുകാനുള്ള ഷീറ്റെല്ലാം ആയിട്ട് ഹസ്ബൻഡ് താഴോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അത് മേളിൽ പിന്നെ എനിക്ക് അടുത്ത റൂമിലും ഒന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്ന് ചായയൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്, അതെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നുമല്ല, നമ്മൾ ശരിക്കും നാട്ടിലെ പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും അല്ല കേട്ടോ. ഇവിടെ നമ്മൾ അത് ദോശ, അപ്പം, ഇടിയപ്പം ഒക്കെ ചെയ്യും. പക്ഷേ അത് എപ്പോഴും അങ്ങനെ ചെയ്യൊക്കെ ഇല്ല, കാരണം അതിനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ എന്തെങ്കിലും പിന്നെ ബേഗിളോ അതല്ലെങ്കിൽ ടോസ്റ്റോ അതല്ലെങ്കിൽ വാഫിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ അത് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കാവും, സ്റ്റിക്കി പോലെ അവിടെ കിടക്കും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് വൈപ്പിട്ട് കിച്ചൻ്റെ ടേബിളിൻ്റെ വൈപ്പിട്ടും ഫുൾ അത് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് കുക്കിംഗ് ഒക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ തിരക്കായിരുന്നു. എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പം ക്ലീനിങ് ചെയ്തിട്ട് പതുക്കെ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എൻ്റെ ക്ലീനിങ് ആണ്. ബോറടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓരോ സൈഡായിട്ട് ക്ലീൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടത്തുള്ളൂ, അല്ലാത്തവർക്ക് എനിക്കറിയില്ല ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഞാൻ കുക്കിംഗ് ഉണ്ട്, പക്ഷേ കുക്കിംഗ് ഞാൻ ലേറ്റായിട്ട് ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യം ഇവിടുന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മേളിൽ 2 റൂമിലൊക്കെ ക്ലിയർ ചെയ്തു, ബെഡ്ഷീറ്റൊക്കെ മാറ്റി. പിന്നെ അതിനൊക്കെ ശേഷം താഴെ വന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ആദ്യം എല്ലാം വൈപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. വൈപ്പ് വെച്ച് ഞാൻ ഫുൾ വൈപ്പ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ വൈപ്പ് ചെയ്തപ്പോൾ അവിടെ ഇത് പിന്നെ കോട്ട്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, മാർബിളല്ല. അപ്പോഴവിടെ നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ അവിടെ നിന്ന് പൊട്ടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് പോലെയാണ്. എന്തെങ്കിലും നമ്മളൊരു ഹെവി ആയിട്ടുള്ള സാധനം തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് ചിപ്പ് ചെയ്തങ്ങ് പോകും. അങ്ങനെ അവിടെ കുറച്ചിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനിപ്പം കുറേ പണിയുണ്ട്. അങ്ങനെ ഒരുപാട് ഇടത്ത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോയി കിടപ്പുണ്ട്. കാരണം നമ്മളില്ലേ ഇടികല്ലില്ലേ, അതൊക്കെ കഴുകിയിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ കയറി തട്ടും. അങ്ങനെയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സംസാരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് എന്തെങ്കിലും അസുഖമാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നത്. അതല്ല, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ മെയിനായിട്ട് ഞാൻ ക്ലീനിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വൈപ്പ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുക്കിംഗ് ഇവിടെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ചെയ്യും, ഇപ്പം ഞാനുള്ളപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ അറിയാമല്ലോ, ആണുങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ തെറിച്ച് അവിടെയൊക്കെ ഇങ്ങനെ വീഴുന്നതെല്ലാം ഇങ്ങനെ അവിടെ കിടക്കും കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഓയിലും എല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ
ഞാനിപ്പോൾ വിചാരിച്ചു ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തിട്ട് പതുക്കെ കുക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് തോനെ ഉണ്ടാക്കും. എന്നിട്ട് അത് ആ ഇലയിൽ തന്നെ, ഇവിടെ വാഴയില വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇലയിൽ തന്നെ പൊതിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമ്മൾ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ പൊതിച്ചോറിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ലേറ്റായിട്ട് കുക്കിങ്. പിന്നെ എനിക്ക് പൊക്കം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കയറുന്നത്. ശരിക്കും ഞാൻ മുകളിലത്തെ കബോർഡ് തുടയ്ക്കാനാണ് കയറിയത് കേട്ടോ. അപ്പോൾ പിന്നെ അകത്തോട്ടുള്ളതും ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ കുക്കിംഗ്, അതാണ് പറഞ്ഞു വന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ജോലി നമ്മൾ ഇല്ലാത്ത ദിവസം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ശരിക്കും ഞാനായാലും ഹസ്ബൻഡ് ഉള്ളപ്പോൾ വീക്കെൻഡിൽ ആയിരിക്കും ഹസ്ബൻഡ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് തോനെ കുക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ സംഗതി. എന്നിട്ട് പിന്നെ എടുക്കും കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കൗച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 ദിവസം മുമ്പ് ഗ്രോസറിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിൻ്റെ കുറേ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിയൽ വെക്കാം, പിന്നെ മീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അകത്ത് മോര് കറി ഇരിപ്പുണ്ട്. അങ്ങനെ അത് രണ്ടും നമ്മൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം എടുത്ത് പുറത്തോട്ട് വെക്കുകയാണ് കേട്ടോ. എല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് തപ്പിയെടുക്കണം എവിടെയാണ് ഓരോ സാധനങ്ങളെന്ന്. അങ്ങനെ അതിലും പിന്നെ നമ്മുടെ ഈ മുരിങ്ങയ്ക്കൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസറിൽ ഇടും കേട്ടോ. കാരണം ഈ പെട്ടെന്ന് അഴുകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഫ്രീസറിലോട്ട് ആക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് മേളിൽ കിടന്ന് അത് അഴുകിപ്പോവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുക്കിംഗ് ചെയ്യുന്ന സമയം ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും മെയിനായിട്ടുള്ള കുക്കിംഗ് ചെയ്യുന്നത്. ചെയ്യും എല്ലാ ദിവസവും, പക്ഷേ അങ്ങനെ വലിയ കുക്കിംഗ് കാണില്ല. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചപ്പോൾ പറഞ്ഞ് ഞാനത് ഒന്ന് കട്ട് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കഷ്ണം ഞാൻ കട്ട് ചെയ്യാം, എനിക്ക് അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് തന്നാൽ മതി. പിന്നെ നമ്മുടെ ചേനയുടെയും നമ്മുടെ കായില്ലേ, പച്ചക്കാ, അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് തൊലി കളഞ്ഞ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്യുന്ന സമയം ഞാനൊന്ന് പെട്ടെന്നൊന്ന് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരു ദിവസമേ ഉള്ളതാനും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി അവിടേക്ക് ഒന്ന് വാക്യൂം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് അത് ചെയ്യുന്ന സമയം ഇത് കാരണം ഇന്ന് എനിക്ക് ഇവിടെ തറ മൊത്തം ഒന്ന് മോപ്പ് ചെയ്യണം, തുടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതിന് മുമ്പ് നമ്മൾ തൂക്കില്ലേ, അപ്പോൾ അതിന് പകരമാണ് ഞാൻ വാക്യൂം ചെയ്യുന്നത് കേട്ടോ, തൂക്കുന്നതിന് പകരം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ വാക്യൂം കൂടെ ചെയ്ത് നമ്മുടെ കുക്കിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഉച്ച കഴിഞ്ഞോ എല്ലാം തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഫുള്ള്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്താലും ഇപ്പോൾ കുക്കിംഗ് കഴിയുമ്പോൾ ഒന്നുകൂടെ ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഞാനിപ്പം വിചാരിച്ചു കുറച്ച് ഇവിടെ കിടക്കുന്ന പൊടിയൊക്കെ ആദ്യം എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് വാക്യൂം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ സാധാരണ ഞാൻ 2 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങ് ജോലിയുടെ തിരക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ തൊലിയെല്ലാം അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞൊക്കെ എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഷ്ണങ്ങൾ ഞാൻ അരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം അത് അവർക്ക് ആണുങ്ങൾക്ക് പറ്റത്തില്ല ഒരേപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം ഒരേ അളവിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ചോദിച്ചില്ല, ഞാനങ്ങ് സംസാരം തുടങ്ങി. കാരണം ഇവിടുത്തെ വിശേഷങ്ങളെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണക്ക് വിൻ്ററൊക്കെ മാറി വരുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ മാറി വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇനി എല്ലാവരും ജൂണിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ജോലി സ്ഥലത്താണെങ്കിൽ എല്ലാവരും വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനേ ഉള്ളൂ പോവാൻ. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. നാട്ടിൽ പോകണം, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം ഗൾഫ് വാറൊക്കെ കാരണം ഇതുവരെയും ടിക്കറ്റൊക്കെ ഭയങ്കര ഫെയറാണ്. അതുകൊണ്ട് ടിക്കറ്റൊന്നും നോക്കിയിട്ടില്ല. ഈ വർഷം തന്നെ പോകണമെന്നുണ്ട്, പക്ഷേ തീരുമാനിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഈ വർഷം അവസാനം മുമ്പ് പോകണം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് ജോലി സ്ഥലത്തിന് എല്ലാവരും കൂടി ലീവ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നു. അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എന്ത് പോകുന്നില്ലേ എന്നൊക്കെ.
അങ്ങനെ ഞാൻ അവിയലൊക്കെ വെച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ദേ മീൻ കറി വെക്കാമെന്ന് വെച്ചാൽ. അപ്പം മീൻ കറി എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷെഫ് പിള്ളയുടെ വറുത്തരച്ച് വെക്കുന്ന ഒരു സൈസ് മീൻ കറിയാണ് കേട്ടോ. അപ്പം മീൻ നമ്മുടെ നെമ്മീനാണ്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുക്കുന്നതിൽ. അപ്പം ഷെഫ് പിള്ളയുടെ പോലെ ആരോ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ഉലുവയും കുരുമുളകും പിന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടെ ഇടും. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് നമ്മൾ കരിയാതെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച കറി എന്ന് പറഞ്ഞാൽ കാണിച്ചു കേട്ടോ. അപ്പോഴേ പിന്നെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങ, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2 പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിടും. പക്ഷേ ഞാൻ ആദ്യം ഒന്ന് വഴറ്റി കേട്ടോ. ഞാൻ ഒന്ന് എന്തോ എനിക്ക് അങ്ങനെ വെള്ളത്തിലിടുന്നതിനേക്കാളും ഞാൻ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ചു ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ. പക്ഷേ കറി കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, ചെറിയൊരു മാറ്റം ഞാനിങ്ങനെ എൻ്റെ രീതിയിൽ ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീനിട്ട് കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൊറുക്കാപ്പുളി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കൊറുക്കാപ്പുളി ഇല്ല, അതുകൊണ്ട് ഞാൻ സാദാ പുളി ഞാൻ ചേർത്ത് കൊടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് വീണ്ടും അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അത് എത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ കറി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വാഷ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. സിങ്കും അത് ഞാൻ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ, ഒരു വാഷ്റൂമല്ല, ഞാൻ എല്ലാ വാഷ്റൂമും കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒന്ന് തുടച്ചു. അത് കണക്ക് നമ്മുടെ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ കഴുകണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഒരു ഡീപ്പായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട്. അത് എനിക്ക് മിററും ഒക്കെ തുടച്ചൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ശരിക്കും കുക്കിങ്ങിനേക്കാളും ഫുൾ ഡേ ക്ലീനിങ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഇത് മൊത്തം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമ നശിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇച്ചിരി തോനെയാണ് കുക്ക് ചെയ്തത്. ഒരു ഫ്രണ്ടിൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ അവിടത്തേക്കും ഞാൻ കുറച്ച് കറികളൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ മോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന തിരക്കിൽ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. പിന്നെ ഈ മോപ്പെന്ന് വെച്ചാൽ വീട് ഫുൾ തുടച്ചു കേട്ടോ. അത് അത്രയും കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് സമയം ഏതാണ്ട് 10 മണി അടുപ്പിച്ചാകാറായി. കാരണം ഇന്ന് ഫുൾ ഡേ കുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷം. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you next video.